ഇതുപോലെ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ചില അധ്യാപികമാർ ഇപ്പോൾ സമരസമിതിയെ സമീപിച്ചിട്ടുണ്ട്. അവരുടെയും പ്ലസ് നമ്മുടെ ജിഷ്ണുവിൻ്റെ, അതായത് പീതാംബര മഹേഷ് കൊടുത്ത 35 ലക്ഷം രൂപ അടിയന്തരമായിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും ഞങ്ങൾ. 35, 40, 45 ഇങ്ങനെ ലേലം വിളിച്ചിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത്. എയ്ഡഡ് അധ്യാപന നിയമനത്തിന് നൽകിയ 35 ലക്ഷം തിരികെ ചോദിച്ചതിൻ്റെ പേരിൽ ഒരു അധ്യാപന ക്രൂരമായി മർദ്ദിച്ച സംഭവം പാലക്കാട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജനകീയ സമരസമിതി എന്ന പേരിൽ. ഈ സംഭവത്തെ തുടർന്നുണ്ടാക്കിയ ഒരു സമരസമിതി ചെയർമാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിലയോട് ശിവൻകുട്ടിയാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരസമിതി രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം? ഈ സംഭവം ഞങ്ങളാദ്യം ജിഷ്ണുവിൻ്റെ പ്രശ്നം എന്ന നിലയിലാണ് ആദ്യം ഇടപെടുന്നത്. പീതാംബര മാഷ് മകനും ജിഷ്ണുവിന് വേണ്ടിയിട്ട് കരിപ്പോട് KSBS എന്ന് പറയുന്ന സ്കൂളിൽ 35 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അത് 2023 ആ പൈസ കൊടുക്കുന്നത്. ഒരു മാസം അദ്ദേഹം അവിടെ താൽക്കാലികമായിട്ട് സേവനം ചെയ്യുന്നുമുണ്ട്. പിന്നീട് സ്ഥിരമായൊരു നിയമനം നടത്തുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് തയ്യാറല്ല. ആ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ പൈസ തിരികെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെട്ടപ്പോഴാണ് മാനേജർ നിങ്ങളുടെ പൈസ തിരിച്ചു തരാമെന്ന് പറയുന്നു. പക്ഷേ ആ പറയുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത ഉണ്ടായില്ല. അദ്ദേഹം 3 കൊല്ലം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സമ്പാദിച്ചെടുത്ത പൈസയാണ് ഈ 35 ലക്ഷം. അത് തിരിച്ചു കൊടുക്കുക മാത്രമല്ല, മാനേജർ ഇവരുടെ ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തു. അങ്ങനെയാണ് പീതാംബര മാഷ് നമ്മുടെ നരേന്ദ്ര മാഷുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംഘടനാപരമായിട്ട് സമീപിക്കുകയും ഒരു പരാതി നമുക്ക് തരുന്നുമുണ്ട് അദ്ദേഹം. അത് വളരെ ജെന്യൂനായിരുന്നു. അങ്ങനെയാണ് സ്കൂളിലെ തന്നെ 2 അധ്യാപകരും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച വയ്ക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു ഉടനെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്ത ഞായറാഴ്ച നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അയാൾ മുഖതാവിൽ വരാനോ ഈ പീതാംബര മാഷിനും ജിഷ്ണുവുമായിട്ട് ബന്ധപ്പെടാനോ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. ഭാഗികമായിട്ട് തന്നെ അദ്ദേഹം ഒളിവിലാണ്. ഈ സന്ദർഭത്തിലാണ് ജനകീയ സമരസമിതി എന്ന നിലയ്ക്ക് രൂപം കൊടുക്കുകയും ആ ജനകീയ സമരസമിതിയുടെ പേരിൽ ഈ സ്കൂൾ മാനേജറായിട്ടുള്ള ഗീതയുടെയും അനൂപ് കുമാറിൻ്റെയും തട്ടിപ്പുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സ്കൂളിലെ തന്നെ അധ്യാപകരും ഇവരുടെ കൊടുന്തിരപ്പള്ളി സ്കൂളിലെ മറ്റ് ചില അധ്യാപകരും ഒക്കെ തന്നെ അനുഭവിച്ചിട്ടുള്ള കൊടിയ പീഡനങ്ങളുണ്ട്. സാമ്പത്തികം മാത്രമല്ല, സ്കൂളിനകത്ത് തന്നെ. കാരണം മാനേജരെ ഇതുപോലുള്ള ഏറ്റവും വൃത്തികെട്ട മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ലേലം വിളിയിലാണ് അധ്യാപകരെ തന്നെ നിയമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ തുറന്നു കാണിച്ചുകൊണ്ടാണ് ജനകീയ സമരസമിതി ക്യാമ്പയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാഞ്ഞിക്കുളം വീട്ടിൻ്റെ പരിസരത്തുള്ള ഒരു നഴ്സറിയിൽ മാനേജരെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം അനൂപ് കുമാറിൻ്റെ മകൻ അജയും ചേർന്നിട്ട് നടത്തുന്നത്. അങ്ങനെയാണ് ജിഷ്ണുവിൻ്റെ കൈ തല്ലിയൊടിക്കുന്നത്. ഇനി സമരസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? സമരസമിതിയുടെ മുന്നോട്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതുപോലെ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ചില അധ്യാപികമാർ ഇപ്പോൾ സമരസമിതിയെ സമീപിച്ചിട്ടുണ്ട്. അവരുടെയും പ്ലസ് നമ്മുടെ ജിഷ്ണുവിൻ്റെ, അതായത് പീതാംബര മഹേഷ് കൊടുത്ത 35 ലക്ഷം രൂപ അടിയന്തരമായിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും ഞങ്ങൾ. പിന്നെ 2, ഇനി എയ്ഡഡ് മേഖലകളിൽ ഇപ്പോൾ ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട് എയ്ഡഡ് മേഖലയിൽ. അത് NSSൻ്റെ നേതൃത്വത്തിൽ, SNDPയുടെ നേതൃത്വത്തിലും ക്രൈസ്തവ മഹാസഭകളുടെ നേതൃത്വത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. ഇതിൽ തന്നെ നല്ല മാനേജ്മെൻറ്റുകളുമുണ്ട്. എന്നാൽ അതൊരു 10%. ബാക്കി ബഹുഭൂരിപക്ഷം വരും ഈ തീവട്ടിക്കൊള്ള നടത്തുന്നവരാണ്. 35, 40, 45 ഇങ്ങനെ ലേലം വിളിച്ചിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത്. അപ്പോൾ ഇത് അനുവദിക്കപ്പെടാൻ പറ്റില്ല. കാരണം സാമൂഹ്യനീതി സമൂഹത്തിൽ പുലരണം. ആ നിലയ്ക്ക് സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ ഇടപെടലാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ അധ്യാപക നിയമനങ്ങൾ PSCക്ക് വിടണം. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റിന് കൈമാറണം. അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്.
സർക്കാർ വാസ്തവത്തിൽ ഇതുപോലുള്ള കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുകയും കൂടിയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഭാവിയിൽ ഈ പീതാംബരൻ്റെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹൈക്കോടതിയെ ഒരു പൊതു താൽപ്പര്യ ഹർജി സമർപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിലെ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ തീരുമാനമാണ് അദ്ദേഹം ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മളോട് അറിയിച്ചത്. ക്യാമറമാൻ ഷിജി ടൂറിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.